പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ജനത്തെ കർത്താവെ ഒരു പ്രാവശ്യം കൂടി നീ കൂട്ടിവരുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നീ കണക്കിടുന്ന സൗജന്യ നീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൽ തുടരുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ അനന്യരും നിഷ്കളങ്കരും ദൈവത്തിൻ്റെ പരമാർത്ഥികളുമായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും അവിടെ ഇന്ദ്രിയങ്ങളെ കർത്താവ്, ചെവികളെ, കണ്ണുകളെ നിന്റെ രക്തം ഹേതുവായിട്ട്, പ്രായശ്ചിത്തം ഹേതുവായിട്ട് വിശദീകരിക്കുകയാണ് കർത്താവ്. നീ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഹാമേ സ്തോത്രം വസ്തുവകളിൽ നിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ മുദ്രയിടുന്നു കർത്താവ്. തിരുനാമ മഹത്വത്തിനായി ഉപയോഗിക്കാൻ തക്ക വേണം കർത്താവ് സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവ് കടന്നു വരാനുള്ള ജനത്തെ നീ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതിനെ തുടർന്ന് ചിന്തിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിജ്ഞാനമുണ്ട്. ഈ ക്ലാസ്സൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിനെക്കുറിച്ച് അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും സ്തോത്രം, ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ല കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. വളരെ വളരെ ദൈവത്തോട് പറ്റി നിന്നാൽ മാത്രമേ ഈ ഒരു പാത നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, യേശു ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് എങ്ങനെയാണ് കണക്കിടുന്നത് എന്ന് വിശ്വസിക്കാൻ അനേകരുണ്ട്. ഈവൻ പിശാചുക്കളും വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നു എന്നാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക. എന്നാൽ അവിടെയും ശത്രു കളങ്കമായ വ്യാജമായ ഉപദേശങ്ങൾ കൊണ്ടിടുന്നുണ്ട്. ഞങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. ഇതിലൊന്നും ദൈവത്തിൻ്റെ നീതി, കാൽവരി ക്രൂശിൽ ക്രിസ്തു നേടിയ നീതി നമുക്ക് സൗജന്യമായി കണക്കിടുകയില്ല. നമ്മുടെ മേൽ ദൈവിക ന്യായവിധി വിധിച്ചതായിട്ടുള്ള ശിക്ഷ, നിത്യമായ മരണം എന്ന ശിക്ഷ തുടരുകയുള്ളൂ. വിശ്വാസഗോളത്തിൽ നിത്യതയിലേക്കുള്ള യാത്ര, ക്രിസ്തുവിനോടുകൂടെ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള മിഥ്യാധാരണയോടുകൂടെ യാത്ര ചെയ്യുന്ന അനേകരുണ്ട്. അവരോട് ഇപ്പോൾ കേൾക്കുന്നവരില്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് കൂടിയാണ് നമുക്ക് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ചാർച്ചക്കാരിലൊക്കെ ഈ വിശ്വാസത്തിൽ വന്നവർ തന്നെ ഈ രഹസ്യം അറിയാതെ നിത്യയിലേക്ക്, സ്വർഗത്തിലേക്ക് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും എന്നുള്ള മിഥ്യാബാധത്തോടുകൂടി യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നീതി? നമുക്ക് നീതിയില്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ല. നിത്യമായ മരണമെന്ന ശിക്ഷ, ദൈവിക ഭരണകൂടം നമ്മുടെ മേൽ, നമ്മുടെ വ്യക്തിപരമായ പാപഹേതുവായും നമ്മുടെ പൂർവ്വപിതാവായ ആദാമിൻ്റെ പാപഹേതുവായും നമ്മുടെ മേലുള്ള ശിക്ഷ, അത് മാറ്റുവാനും മറ്റൊന്നിനും സാധ്യമല്ല. അതിന് തൃപ്തി വരുത്തിയ ഒരേ ഒരു വ്യക്തിത്വമുള്ളൂ ക്രിസ്തുവേശു. എല്ലാവർക്കും വേണ്ടി തന്നെ തൻ മറുവിലായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു. അവൻ നേടിയ നീതി എങ്ങനെയാണ് നമുക്ക് കണക്കിടുന്നതെന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളിൽ നാം കഴിഞ്ഞ ദിവസങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. ഇനി അത് സൗജന്യമായി നിർത്തിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് കണക്കിടുന്നതാണ് നാം റോമാലേഖനം 6-ന്റെ സ്തോത്രം 1 തുടങ്ങി 8-ന്റെ അവസാന വാക്യം 39 വരെ പഠിക്കുന്നത്. നമ്മൾ 6, 7 പഠിച്ചു കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് വിശ്വാസ സ്നാനമെന്ന് നമ്മൾ പഠിച്ചു. സ്തോത്രം. തുടർന്ന് നമുക്ക് അനേക കാര്യങ്ങളിൽ കൂടെ വിശ്വാസത്തിൻ്റെ പരിശോധന, അതികഠിനമായ പരിശോധനകളുണ്ട്. നമുക്ക് ലഭിക്കുന്ന വെളിച്ചത്തിനനുസരിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകുകയുള്ളൂ. നമുക്ക് ലഭിക്കാത്ത വെളിച്ചത്തെക്കുറിച്ചുള്ള പരിശോധനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലഭിച്ചതായിട്ടുള്ള വെളിച്ചത്തിൽ നാം വിശ്വസിക്കുന്നോ ഇല്ലയോ, അത് പരിശോധന ചെറുത് തുടങ്ങി വലുതും അതായത് നമ്മൾ 1 പത്രോസ് 1-ന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തീ കൊണ്ടുള്ള പരിശോധനയായിരിക്കും. അഴിഞ്ഞു പോകുന്ന വെള്ളി പൊന്നു വസ്തുക്കളെ തീയിൽ ഉരുക്കിയിട്ടാണ് ശോധന കഴിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് അതിനേക്കാളും
വിലയേറിയതായിരിക്കും. എന്നാൽ നമുക്ക് സഹിക്കാതിനേക്കാളും കൂടുതലാകുകയില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. റോമലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിലാണ് പൗലോസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ടുള്ള സൗജന്യതയുടെ അനുഗ്രഹം വളരെ സന്തോഷത്തോടുകൂടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. സ്തോത്രം. ഇതെല്ലാം ഞാൻ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആകിയ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു. ആത്മാവിനെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലും നിങ്ങൾ ജീവിക്കും. അടുത്തൊരു വാക്യമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇവിടെ ക്രിസ്തീയ ഗോളത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു ഒരു ചൊല്ലു പോലെയായി തീർന്നിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, ആത്മാവിൻ്റെ ആലോചന പ്രകാരം അല്ല ആത്മാവിനെ നടത്തുന്നെന്നൊക്കെ മിഥ്യാബോധത്തോടെ തെറ്റി നടക്കുന്ന അനേകരുണ്ട്. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പലരെയും ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവൻ സ്വയമായിട്ടായിട്ട് നടക്കുന്നത്. ചിലപ്പോൾ ദുഷ്ടാത്മാക്കളാലായിരിക്കും നടത്തപ്പെടുന്നത്. സംസാരിക്കുകയൊക്കെ ചെയ്യും. ദൈവവചനത്തിൽ തന്നെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തും, ദർശനങ്ങൾ കൊടുക്കും. ഉറങ്ങിക്കിടക്കുമ്പോൾ ദർശനങ്ങൾ കൊടുക്കാൻ ദുഷ്ടാത്മാക്കൾക്ക് സാധിക്കും. വീണുപോയ ശൗല് വെളിച്ചപ്പാടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വെളിച്ചപ്പാട് പറഞ്ഞിട്ട് ശൗലിൻ്റെ ആത്മാവല്ല വന്നത്, ശൗലിൻ്റെ രൂപത്തിൽ വന്നത് ദുഷ്ടാത്മാവായിരുന്നു. ശൗല് വിശ്വസിച്ചു, വീണുപോയ ശൗല് വിശ്വസിച്ചു ശമൂവേൽ തന്നെ ആയിരിക്കുന്നു. തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ വെളിച്ചപ്പാടത്തി പോലും വിറച്ചുപോയി ശമൂവേലാണെന്ന് കരുതിയിട്ട്. പക്ഷെ അവസാന വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇന്ന് രാത്രി നാളെ നീ എന്നോട് കൂടെ എവിടെയായിരിക്കുന്നോ? വീണുപോയ ആത്മാവ് എവിടെയായിരിക്കുന്നത്? എന്നോട് കൂടെ ആയിരിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം ശൗല് യുദ്ധത്തിൽ പട്ടുപോയി. ശമൂവേല്, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ശമൂവേല് പോയ സ്ഥലത്ത്, വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പോയ, ആലോചന പ്രാപിക്കാൻ പോയ, അഭിഷേകം നഷ്ടപ്പെട്ട ശൗല് പോകില്ല എന്നുള്ളത് ഏത് ലളിതജ്ഞാനമുള്ളവന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം വെറുക്കുന്ന വലിയ പാപത്തിലുള്ളതാണ് വെളിച്ചപ്പാടെന്നൊക്കെ പറയുന്നത്. ഇന്ന് പെന്തിക്കോസ്ത് ഗോളത്തിൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദുഷ്ടാത്മാക്കളുമായിട്ട് കടന്നു വന്ന് ഈ ശരീരത്തിന് വേണ്ടുന്നതായിട്ടുള്ള നന്മകളെ പ്രസംഗിക്കുന്നവരും നിന്നെ വാലല്ലേ തലയാക്കുന്ന പ്രസംഗിക്കുന്നവരൊക്കെ നടക്കുന്നത് ഈ വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് തന്നെയാണ്. വചനമൊക്കെ എടുത്ത് പറയും. അപ്പം നമുക്ക് ഇതൊന്ന് ചിന്തിക്കുക. എന്നെ നടത്തുന്നത് ദൈവാത്മാവ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ദിവസം അത് പറഞ്ഞല്ലോ, ഈ ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞു പോയതേ ഉള്ളൂ. ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൺസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പുത്രത്വം എന്ന് പറയുന്നത് ഏതവസ്ഥയാണ്? ദൈവകുടുംബത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയെയും കുറിച്ച് റോമാല നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ, ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ നാം അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അത് വേറെ വാക്യം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നാം എണ്ണുന്നു. അത് വേറൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം പറയാനുള്ളത്, സ്തോത്ര, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ സൃഷ്ടികളും ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ പുത്രത്വം നമ്മളിൽ കൂടെ വെളിപ്പെടണം. അതായത് ക്രിസ്തു നമ്മളിൽ പൂർണ്ണമായിട്ടും വെളിപ്പെടണം.
ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ മുഴുവനും ആഴത്തിൽ പഠിക്കുക എന്നുള്ളതല്ല. അനേകർ പ്രസംഗിക്കുന്ന അങ്ങനെയാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും മനുഷ്യരായ നാം ആരാണെന്നും നമ്മുടെ പ്രാണന്റെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ അത്യന്താപേക്ഷിതമായ ആവശ്യകത, ഡീപ്പ് നെസസിറ്റി, ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിച്ചു തരുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എൻ്റെ മേലുള്ള ദൈവിക ന്യായവിധി എന്താണ്, നിത്യത പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി തരുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ, നമ്മുടെ സോളിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, നമ്മുടെ ആത്മാവിൽ, മരിച്ചിരിക്കുന്ന ആത്മാവിൽ നാം അവനെ സ്വീകരിച്ച് അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന് അനുസരണത്തിൽ പൂർണ്ണമായി, അതാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. വരവെങ്കിൽ എന്നാണ് മധ്യാഹ്നത്തിലെ കാഹളനാഥത്തിൽ, ഈ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ മാത്രമേ കാഹളനാഥം കേൾക്കുകയുള്ളൂ, അവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ഇതെല്ലാം സീരിയസ് ആയ വിഷയങ്ങളാണ്. അപ്പോൾ അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മളെ ആ ചിൽഡ്രൻ ഓഫ് ഗോഡ്, അതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെക്ന എന്നൊരു വാക്കാണ്. ആ ടെക്ന എന്ന വാക്കിൽ നിന്നും പുത്രൻ, അല്ലെങ്കിൽ ഈ ഗ്രീക്ക് ഭാഷയിൽ ഹ്യൂസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പുത്രൻ എന്ന അവസ്ഥയിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ ഈ മരുഭൂയാത്ര എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ആവശ്യകത. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്നു പറയുമ്പോൾ വി ആർ ദ സൺസ് ഓഫ് ഗാഡ്. ആ പുത്രത്വം പ്രാപിച്ച, പക്വത പ്രാപിച്ച മക്കൾ എന്ന അവസ്ഥയിലേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യുയോസ് എന്ന വാക്കാണ്. യേശു ക്രിസ്തുവിന് മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഹിയോസ്, പുത്രൻ എന്ന വാക്ക്. ദൈവകുടുംബത്തിൽ ജനിച്ച മക്കൾക്ക് ഉപയോഗിക്കുന്നത് ടെക്ന, ചിൽഡ്രൻ ഓഫ് ഗോഡ്. എന്നാൽ ഈ പാതയിൽ കൂടെ കടന്ന്, വിശ്വാസത്തിൻ്റെ തീയിൽ കൂടെ തീ പോലെയുള്ള പരിശോധനയിൽ കൂടെ കടന്ന് ഉള്ളിലായിട്ടുള്ള ഹ്യൂമൻ നേച്ചേഴ്സ് മാറി ഡിവൈൻ നേച്ചർ നമ്മളിൽ വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നമ്മളിൽ വെളിപ്പെടുമ്പോൾ, അതിൻ്റെ പക്വത തികഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് പുത്രൻ. സ്തോത്രം. വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യാശ വർദ്ധിക്കുകയുള്ള വെളിപ്പാട്. സ്തോത്രം. ചാപ്റ്റർ 21 വേഴ്സ് 1 തുടങ്ങി വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാകും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനിയില്ല. പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസ്ഥാനത്തിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവനെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖം, മുറവിളി ഉണ്ടാകുകയില്ല, കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നെന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യം സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും എന്നോട് അരുളിച്ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിറവുള്ള സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവൻ അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഹി ദാറ്റ് overcomes shall inherit all things, and I will be his God, and he shall be my son. ഇവിടെ ആ ഹ്യൂസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ മറ്റു കാര്യങ്ങളൊക്കെയും ഇത് 7-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. 1 തുടങ്ങി 6-ാം വാക്യം വരെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. പക്ഷേ ആ പദവിയിലേക്ക് എത്തണമെങ്കിൽ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടന്നിരിക്കണം. സ്തോത്രം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായം ഇങ്ങനെ അരിച്ചു കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു.
അല്ല, ഈ റോമാലേഖത്തിലെ 8-ാം അധ്യായത്തിലെ അടുത്ത വാക്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ജഡം, എന്താണ് ആത്മാവ്, ആരാണ് ദൈവാത്മാവ് നടത്തുന്നവർ, ദൈവാത്മാവ് നടത്തുന്നവരെ എങ്ങനെ തിരിച്ചറിയാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇതിന് ഞാൻ പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ്. ഇസ്രായേലിൻ്റെ എക്സോഡസ് അല്ലെങ്കിൽ അവിടെ മരുഭൂമി യാത്ര അല്ലെങ്കിൽ അവരുടെ പുറപ്പാട് എന്നൊരു കാര്യത്തെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യകതയാണ്. ഞാൻ പല പ്രാവശ്യം പ്രസംഗിക്കാറുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അറുക്കപ്പെടാൻ പോകുന്ന പെസഹ കുഞ്ഞാടിൻ്റെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. ആട് എങ്ങനെയുള്ളതായിരിക്കണം, ഊനമല്ലാവും പാടില്ല, 1 വയസ്സുള്ള പ്രായമുള്ള ആണാടായിരിക്കണം, 10-ാം തീയതി തന്നെ ഓരോ വീട്ടുകാരും അവർ തിന്നതിനനുസരിച്ച് എടുക്കണം, തിന്നുവാനുള്ള ആൾക്കാർ പോരെങ്കിലും അടുത്ത വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തെടുക്കണം, 14-ാം തീയതി സന്ധ്യ വരെ സൂക്ഷിക്കണം, 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേക്കണം. അന്ന് രാത്രി യഹോവ മിസ്രദേശത്തോടെ കടന്നു പോകും. എവിടെ രക്തം അടയാളമുണ്ടോ അവിടെ സംഹാരദൂതൻ കടന്നു വരാൻ അനുവദിക്കുകയില്ല. യഹോവയാണ് നോക്കുന്നത് രക്തത്തിൻ്റെ അടയാളം എവിടെയുണ്ടെന്ന്. സേറ്റാനല്ല, സംഹാരദൂതനല്ല നോക്കുന്നത്. അന്ന് രാത്രി ആരും ആ രക്തം തെളിച്ച വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? മരണം നടക്കും. ഇത് എല്ലാം തന്നെ ആടിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. ആ വീടിന് അകത്തിരിക്കുന്നവരുടെ ഗുണമല്ല നോക്കുന്നത്, ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തിയ ഊനമല്ലാത്ത ആടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. ഇവിടെയാണ് നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഫുൾഫില്ലാകുന്നത്. അത് കാൽവരിക്കുറിച്ചിൽ ഫുൾഫില്ലായി. ആ രക്തം നമ്മുടെ സോളിൽ തെളിക്കപ്പെടുമ്പോൾ ഡിവൈൻ ഗവൺമെൻറ് നമ്മുടെ മേൽ വിധിച്ചിരിക്കുന്ന നിത്യമായ മരണമെന്ന ശിക്ഷാവിധി മാറുകയാണ്. അവിടെ ഞാൻ പറയുന്നത് നമ്മുടെ നീതിയല്ല, യേശു ക്രിസ്തു നിവർത്തിച്ച നീതി. അത് പരസ്യമായിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട്. ഇതുവരെ നാം സെൽഫിൻ്റെ ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യായിരുന്നു. അതാണ് റോമാലേഖനത്തിൽ നമ്മൾ 8-ന്റെ തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്, വായിച്ചത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ മരിക്കും നിശ്ചയം, എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ജഡസ്വഭാവം ആത്മസ്വഭാവം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കമ്പാരിസനൊക്കെ പറയുന്നതിൻ്റെ വിഷയം അതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് ക്രിസ്തുവിനെ നമ്മുടെ രക്ഷയ്ക്ക് വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട്, ഡിവൈൻ ഗവൺമെൻറ് നമ്മുടെ മേൽ വിധിച്ച നിത്യമായ മരണത്തിന് വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചു അവൻ്റെ പ്രായശ്ചിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പാപമോചനത്തിനുള്ള ഏക മാർഗമായിരിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം സൗജന്യമായി കണക്കിടുന്ന വിശ്വാസ നീതി അംഗീകരിച്ചുകൊണ്ട് തുടർന്ന് മുന്നോട്ടുള്ള ഒബീഡിയൻസിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുകയാണ്. സ്തോത്രം. ഇത് ഇത്രയും ചെയ്തപ്പോൾ എവിടെ ഇരിക്കുന്നേ ഉള്ളൂ? ചോരത്തുള്ളി ആചരിച്ചിരിക്കുന്നവർ എവിടെ ഇരിക്കുന്നേ ഉള്ളൂ? മിസ്രൈം ദേശത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. തുടർന്ന് 8-ാം വാക്യം തുടങ്ങി പറയുന്ന വാക്യങ്ങളാണ് ഇത് ഭക്ഷിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായിട്ടുള്ള അതേ പെസഹ കുഞ്ഞാടിൻ്റെ മാംസം. ഞാൻ പല പ്രാവശ്യം മിക്കവാറും എല്ലാ പ്രസംഗങ്ങളിലും പറയുന്നുണ്ട്. കാരണം ക്രിസ്തീയ ഗോളത്തിൽ ഇന്നും ഈ ചോരത്തേളി ആചരിച്ച് അതിൻ്റെ ബെനിഫിറ്റുകളും വാങ്ങിക്കൊണ്ട് മിസ്രൈം ദേശത്ത് വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ യെരുശലേമിലേക്കുള്ള യാത്ര സാധ്യമല്ല. ദൈവത്തിന് മുന്നോട്ട് ഞങ്ങളെ നടത്താനും സാധ്യമല്ല. ഇത് നടക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചോരത്തെളി ആചരിച്ച് ജനത്തോട് പറയാണ്, അന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ, അന്ന് രാത്രി തന്നെ ഈ അറുത്ത പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ടതായിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചേരിയോടും കൂടെ തിന്നണം. കയ്യിൽ വടി പിടിച്ച് കാലിൽ ചെരുപ്പിട്ട് തിടുക്കത്തോടുകൂടെ അരമുറുക്കി തിടുക്കത്തോടുകൂടെ തിന്നണം. അപ്പോൾ ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വീണ്ടും പറയുന്നത് പച്ചയായിട്ടോ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. അതായത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരു വിധത്തിലുള്ള സുവിശേഷം പ്രസംഗിക്കരുത്, പ്രസംഗിക്കുന്നവരെ അടുത്ത് പോകരുത്, അത്തരം പ്രസംഗങ്ങൾ കേൾക്കരുത്, അത്തരം പ്രവാചകന്മാരുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് നിരപ്പിക്കുന്ന യാതൊരുവിധ ശുശ്രൂഷകളും പങ്കെടുക്കരുത്. തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം തിന്നാൻ പറഞ്ഞതാണ്.
അത് തിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വൈറ്റ് കളറിൽ ലൈൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇതാണ് ഇസ്രായേലിൻ്റെ എക്സോഡസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവം അരുളി ചെയ്ത ഇങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ കൂടെയാ ഇങ്ങനെ യാത്ര തീയിൽ ചോരത്തുള്ളി ആചരിച്ചത് കൊണ്ട് അവർ മുമ്പായി നടക്കാൻ യഹോവ വന്നില്ല. 12-ാം അധ്യായത്തിലാണല്ലോ ഈ കാര്യം പറയുന്നത്. ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചേരിയോടും കൂടെ തിന്ന്, അതായത് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കാല് ചെരിപ്പിട്ട് തിന്ന് പുറപ്പെടാനുള്ള തയ്യാറോടുകൂടെ തിന്ന ജനത്തിൻ്റെ മുമ്പിലാണ് യഹോവ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും. കാരണം അവർ രാവും പകലും യാത്ര ചെയ്യണം. പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസത്തിൽ തുടരണം. പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും ചോരത്തെള്ളിയുടെ ഉള്ളിൽ തന്നെ നിൽക്കണം. അന്ന് രാത്രി ഇനി പകലാകുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണമേൽക്കുവാൻ വരുന്നത് വരേക്കും രാത്രി തന്നെയാണ്. യേശു ക്രിസ്തു 1000 ആണ്ട് ഈ വാഴ്ചയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരുന്നത് വരേക്കും ഈ ലോകം മുഴുവനും അന്ധകാരത്തിൻ്റെ പിടിയിൽ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മെ പണിതെടുക്കുന്നത്. അതാണ് പറയുന്നത്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ തന്നെ അനന്യരും ദൈവത്തിന് നിഷ്കളങ്ക മക്കളായിരിക്കണം. അപ്പൊ ചോരത്തെളി ആചരിച്ച ജനം മിസ്രൈം ദേശത്ത് നിൽക്കുന്നുള്ളൂ. പുതിയ യെരൂശലേം ലക്ഷ്യമാക്കി ഒരു യാത്ര ചെയ്യണമെങ്കിൽ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ശരിക്കും മനസ്സിലാക്കാത്തത്. കത്തോലിക്കർ പഠിപ്പിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവിന് അവിടെ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി എന്ന ഓസ്തിയിലേക്ക്, അതിന്റെ പാരമ്പര്യം തന്നെയാണല്ലോ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, മാർത്തോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ വസ്തുമാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ബലി അർപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ ഒരിക്കലായിട്ട് കഴിച്ച പരമയാഗത്താൽ വിശ്വസിക്കുന്നവർ വിശദീകരിക്കപ്പെടുന്നു പറയുമ്പോൾ ലോകത്തിൽ ഒരു ദിവസം എത്രമാത്രം കത്തോലിക്ക ചർച്ചകളുണ്ടാവും, പ്ലസ് എത്രമാത്രം ഓർത്തഡോക്സ് ചർച്ചകളുണ്ട്, എത്രമാത്രം യാക്കോബൈറ്റ് ചർച്ചകളുണ്ട്, എത്രമാത്രം മാർത്തോമ ചർച്ചകളുണ്ട്. സ്തോത്രം. ഒരു ദിവസം ഒരു ദിവ്യബലി വെച്ച് നടക്കുമ്പോൾ കോടിക്കണക്കിന് ബലികളിലാണ് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ, പാപത്തിൽ വസിക്കുന്നവനെ പുരോഹിതൻ ഈ ഓസ്തിയിലേക്ക് ആവാഹിക്കുക എന്നാണ് പറയുന്നത്. വസ്തുമാറ്റം നടത്തുക, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ, ബലി അർപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. എന്തുമാത്രം വിഡ്ഢിത്തരമാണെന്ന് നോക്കണം. ഇതുപോലെ ഗ്രഹിക്കാനുള്ള ബുദ്ധി മനുഷ്യനില്ലയോ? തിരുവ വചനം വളരെ വ്യക്തമായി എഴുതി തന്നിരിക്കുന്ന ഒരിക്കലായിട്ട് കഴിച്ച യാഗത്താല് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ദൈവിക ഭരണകൂടത്തിൽ ഈ യാഗം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ, ഈ ബലി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ അറ്റോൺമെന്റിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. ഈ അറ്റോൺമെന്റ് വീണ്ടും വീണ്ടും നടന്നാൽ, റിപ്പീറ്റേഷൻ നടന്നാൽ എന്തുവരും? തെറ്റു ചെയ്താലും ശിക്ഷിക്കപ്പെടുകയല്ല. വീണ്ടും അറ്റോൺമെന്റ് നടത്തിയാൽ മതിയല്ലോ. പുരോഹിതൻ അങ്ങ് വിളിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തു ഈ ഓസ്തിയിലേക്ക് അങ്ങ് വരികയല്ലോ. ഈ അപ്പത്തിലേക്ക് വന്ന പുരോഹിതൻ അനങ്ങ് കീറി മുറിച്ച് ബലി കഴിക്കുക. അപ്പൊ വീണ്ടും വീണ്ടും അങ്ങ് ബലി കഴിച്ചാൽ മതിയല്ലോ. ഇംപ്യൂണിറ്റി, തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബോധം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു വന്ന് അവൻ വീണ്ടും വീണ്ടും കൊലപാതകം ചെയ്യും, വീണ്ടും വീണ്ടും ചെയ്യും. പിന്നെ ദിവ്യബലിക്ക് അങ്ങ് പോയാൽ മതി അച്ഛൻ്റെ അടുത്ത്. ഇത് ദൈവരാജ്യത്തിലുള്ള പ്രമാണമല്ല. സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കിയെടുക്കുക. പെന്തിക്കോസ്തിലും പലതും അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം എന്ന് പറഞ്ഞാൽ ചോരത്തെളി ആചരിച്ച ജനത്തിന് മുൻപോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ തന്നെ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളല്ല, വചനങ്ങളല്ല, പേഴ്സണലി ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിന്റെ ആത്മാവ്, ആ പുനരുത്ഥാന ശക്തി നിങ്ങളുടെ സോളിൽ വെളിപ്പെട്ട് നിങ്ങളായിരിക്കുന്ന പ്രതികൂലത്തിൽ ജയം പ്രാപിക്കണം. ഇവരെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള ദൂതുകളിൽ ജയിക്കുന്നവന് ഇന്നെ പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മായിരിക്കുന്ന ലവോദിക്ക സഭയുടെ കാലത്താ. എനിക്ക് ലോകത്തിലെല്ലാം ഉണ്ട്, വെന്റിലേറ്റർ വരെയുണ്ട്. 99.9% എൻ്റെ ജീവനെ വെന്റിലേറ്റർ നിർത്തും, പക്ഷെ ആത്മാവുണ്ടാവില്ല. അതാ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുഴപ്പമില്ല. രോഗമെന്ന ഗുളികയ്ക്ക് ഏതെല്ലാം തരം ഗുളിക വേണോ അടുത്തുണ്ട്.
നിന്റെ ഇത് ആവശ്യമില്ല. ജീവിച്ചിരിക്കണമോ? വെന്റിലേറ്റർ മെഷീൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബോഡിയിൽ ഘടിപ്പിച്ചു കൊണ്ട് നടക്കുന്ന മെഷീനുണ്ട്. ബാറ്ററി ഉള്ളിടത്തോളം ഓടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ ദൈവത്തിനെതിരെ എത്രമാത്രം കാര്യം ചെയ്യുന്നു. പക്ഷേ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്നുള്ള വിളി കേട്ട സമയത്ത് ആത്മാവ് പോയിട്ടുണ്ടാവും. പിന്നെ മെഷീൻ വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പൊ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും, നീ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ ദുരുപദേശമില്ലാത്ത കാര്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കേരളത്തിൽ പ്രസിദ്ധനായ, കേരളത്തിൽ ട്രിവാൻഡ്രം തുടങ്ങി കാസർഗോഡ് വരേക്ക് മോടി നടന്ന് പ്രസംഗിക്കുന്ന, ഇപ്പോൾ ഓൺലൈനിൽ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. 3 വർഷത്തെ ക്ലാസ്, ഒരൊറ്റ ക്ലാസ് കൊണ്ട് 3 വർഷത്തെ ബൈബിൾ പഠനം ഒറ്റ ക്ലാസ് കൊണ്ട് നേടാമെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വലിയ വിഡ്ഢിത്തരം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി ജാതികളെ കുറിച്ച് പറയുമ്പോൾ, ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് എടുക്കട്ടെ, ഞാൻ 11 കഴിഞ്ഞിട്ടാ. ആ 15-ാം വാക്യത്തിൽ 15-ന്റെ 28-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 28. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, അത് ഞാൻ വായിച്ചില്ലായിരുന്നു. അത് വീണ്ടും ഒന്ന് വായിക്കുക. ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ പോലും പ്രസിദ്ധന്മാരായ ദേവദാസന്മാർ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതുകൊണ്ട് പറയുകയാണ്. ആ 27-28 കൂടെ വായിക്കുകയാണ്. ആകയാൽ ഞങ്ങൾ യൂദയെയും ശിലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആഭരണം ഉപേക്ഷിക്കുന്ന കാര്യം, മറ്റു ചില കാര്യങ്ങളും വേർപാടിൻ്റെ കാര്യങ്ങളിൽ ഈ 4 കാര്യങ്ങൾ, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, ഈ 4 കാര്യം ഒഴികെ വേറൊരു കാര്യം ഉപേക്ഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. ഒരു സാധാരണ പാസ്റ്റർ ഒന്നല്ല, വളരെ പ്രസിദ്ധനായ പാസ്റ്റർ ഓഡിയോ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇത്തരത്തിലുള്ള പുളിപ്പുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ചോരത്തളി ആചരിച്ചത് കൊണ്ടോ ഞാൻ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ ഒന്നും അവൻ മുന്നോട്ട് പോവുകയില്ല. ഇത്തരക്കാരൻ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നീ മിസ്രൈമെല്ലാം നേരെ തിരിച്ച് പാതാളത്തിലേക്കുള്ള വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പ് ചീരയോടും കൂടെ, കയ്പ് ചീര എന്ന് പറഞ്ഞ കഷ്ടത, ക്രിസ്തീയ മാർഗത്തിൽ നടക്കുന്ന കഷ്ടത, അതിനെ കുറിച്ചാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവര് കേട്ടതുപോലെ അനുസരിച്ചു. 13-ാം അധ്യായത്തിലാണ്, ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ട് വാക്യങ്ങൾ എടുക്കുന്നില്ല, 13-ാം അധ്യായത്തിലാണ് ഇവർ രാവും പകലും യാത്ര ചെയ്യത്തക്ക വേണം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവയ ദൈവം അവർക്ക് മുമ്പിൽ വരുന്നത്. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ എന്ന് പറയുന്നത്. ഇത് ആചരിക്കാത്തവരെ, അതായത് ചോരത്തെളി ആചരിച്ച്, ഈ ചോരത്തെളി ആചരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കുറെ പഠിക്കാനുണ്ട്. തീയിൽ ചൂട്ടതായിട്ടുള്ള മാംസം, പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരിയോടും കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കാല് ചെരിപ്പിട്ട്, ഇത്രയും കാര്യങ്ങളിൽ കൂടെ ചെയ്യാത്തൊരു വ്യക്തിയിൽ നടക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവല്ല. 13-ാം അധ്യായത്തിലെ യഹോവ തീ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവിടേക്ക് വേണ്ടി കടന്നു വന്നേ ഉള്ളൂ. കർത്താവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നങ്ങ് ഒരു പഴഞ്ചൊല്ല് പോലെ തീർന്നിരിക്കുകയാണ്.
നമ്മൾ വ്യക്തിപരമായിട്ട് എന്നിൽ ഇത് പ്രവൃത്തി നടന്നിട്ടുണ്ടോ, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ, ഓരോരുത്തരും അറിയാം. ഒരു പ്രവാചകനും പറയണ്ട, നിന്റെ പഴയ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നോ, നീ നിന്റെ സെൽഫിനെയാണോ ഗ്രാറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ പൊതു താല്പര്യ ചർച്ചിന്റെ വിഷയങ്ങളാണോ, ദൈവത്തിന് ഹിതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിനക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. ചോരത്തിലുണ്ടോ? നീ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഉയർത്തെന്ന് വെച്ചവനെ ക്രിസ്തു നിന്റെ സോളിൽ വെളിപ്പെട്ട് കിട്ടുന്നുണ്ടോ, അല്ല നീ മറ്റു ലോക കാര്യങ്ങൾ ആശ്രയിക്കുന്നോ? യു ആർ സ്റ്റിൽ ഇൻ ഈജിപ്റ്റ്, യു ആർ സ്റ്റിൽ ഇൻ ബോണ്ടേജ്. നിന്നെ പ്രവർത്തിക്കുന്നത് നീ തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കാഠിന്യപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ പ്രവർത്തിക്കുന്നത് ദുഷ്ടാത്മാക്കളായിരിക്കും. ഇതൊക്കെ ഞാൻ രണ്ട് വിധത്തിലും അനുഭവിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു സെക്കൻഡ്, ഒരു ഡിസിഷനിൽ വരുന്ന മാറ്റം മതി സ്പിരിറ്റ് മാറാൻ. ഇപ്പൊ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നൊന്ന് ശരിക്കും മനസ്സിലാക്കി തരാൻ എങ്ങനെയുള്ളവരാണ് ഈ ദൈവാത്മാവ് നടത്തുന്നവർ. എന്തിനാ വന്നത്? സ്തോത്രവാക്യം കൂടി ഒന്ന് വായിച്ചേക്കാം നിങ്ങൾക്ക്. പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 'ഞാൻ വാക്യം എടുക്കട്ടെ. ഇരുപത്തിയൊന്നാം വാക്യം. അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന്. ഇതാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. പുതിയ നിയമത്തില് ഒരു വീണ്ടും ജനം പ്രാപിച്ച് പുതിയ യെരൂശലേം ലക്ഷ്യമാക്കി ഉയർത്തെഴുന്നേറ്റ് അവരെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് വീണ്ടും ജനം പ്രാപിച്ച്, സ്തോത്രം, ചെങ്കടലിലേക്ക് എത്തിയിട്ടില്ല. സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ നിനക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം, എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പള്ളിയിലെ ശിശുശാനത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, അത് ശരിയാണ് സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, നിന്നെ നേരെ ചെങ്കടൽ കരയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഇതാണ് ദൈവാത്മാവ് നടത്തുന്നവർ എന്ന് പറയുന്നത്. സ്തോത്രം. എപ്പോഴാണ് വന്നത്? മൃസ്യദേശത്തിരുന്ന് ചോരത്തലി മാത്രം ആചരിച്ചിരുന്നപ്പോഴല്ല വന്നത്. പറഞ്ഞതുപോലെ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരയോടും കൂടെ തിന്നപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ ഏത് ഉപദേശത്തിലാണ് നിൽക്കുന്നത്. ഞാൻ കയ്പിച്ചീരയുടെ അവസ്ഥ വരുമ്പോൾ എനിക്കിത് വേണ്ട, എനിക്ക് ബട്ടറും ജാമും മതി, എനിക്ക് കയ്പ് വേണ്ട, എനിക്ക് ബട്ടറും ജാമും മതി, നല്ല ബട്ടർ. ഈ പാസ്റ്റർ കയ്പിച്ചീര പറഞ്ഞ് ഞങ്ങളുടെ തല പൊണ്ണാക്കാം, എനിക്ക് ബട്ടറും ജാമുള്ള കാര്യം മതി, നമുക്ക് നോക്കാമല്ലോ, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് വാദിക്കുകയാണെങ്കിൽ വാദിക്കാം. ഈ കാര്യങ്ങൾ ഫുൾഫിൽ ആയപ്പോഴാണ് അവർ പകലിൻ്റെ അവർക്ക് വഴി കാണിക്കേണ്ടത്, പോകേണ്ട വഴി. സ്തോത്രം. റാഹേല് ഇസ്ഹാക്കിന് ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കുന്ന ആരെയെ കുറിച്ച് നമ്മൾ 1-2 ക്ലാസ്സുകൾ ചിന്തിച്ചല്ലോ. ആരെ കൂട്ടിക്കൊണ്ടുപോയെന്ന്? ഏലയാസർ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. 800 മൈലോളം യാത്രയാണ്. സ്തോത്രം. മെസോപ്പൊട്ടേമിയയിൽ നിന്നും എബ്രോണിലേക്കുള്ള യാത്ര, മരുഭൂമിയിൽ കൂടെ യാത്ര. തിരഞ്ഞെടുക്കപ്പെട്ടവളാ. ഇസ്ഹാക്കിന് മണവാട്ടിയായിട്ട്, ക്രിസ്തുവിന് നേടാൻ നിൽക്കുന്ന ഇസ്ഹാക്കിന് മണവാട്ടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവളാ. പക്ഷെ ആര് കൊണ്ടുപോയത്? പരിശുദ്ധാത്മാവിന് നേടാൻ നിൽക്കുന്ന പിതാവായ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന തെരഞ്ഞെടുപ്പ് നടത്തിയ ഏലയാസറാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതേപോലെയാണ് ക്രിസ്തുവിന് മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചർച്ച് ഓഫ് ക്രൈസ്റ്റിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇതിൻ്റെ കണ്ടീഷൻസൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ദുഷ്ടാത്മാക്കളെ ആവാഹിക്കുന്ന കത്തോലിക്കനും പറയുന്നത്, കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് എന്നോട് പറഞ്ഞു,
ഇതെല്ലാം മാറ്റിക്കളയുന്ന സമയമുണ്ട്. ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ്. അപ്പൊ അവർ വഴി കാണിക്കേണ്ടതിന് രാവും പകലും അവർക്ക് മുമ്പായി നടന്നു. ഈ യാത്രയാണ് കുറച്ച് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം അവിടുന്ന് ഗോശദേശത്ത് പുറപ്പെട്ട് സുക്കോത്ത് താഴ്വരയിൽ വന്നു. സുക്കോത്ത് നിന്ന് അവർ ഏതാം താഴ്വരയിലെത്തി. അവിടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 14-ാം അധ്യായം, പുറപ്പാടിന്റെ 14-ാം അധ്യായത്തിൽ പറയുന്നത്, യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോസിന് സമീപമുള്ള പി ഹഗിയോരത്ത് അരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. ഞാൻ വീണ്ടും വായിക്കുന്നു, അത് ഇംഗ്ലീഷിൽ കൂടെ വായിച്ചേക്കാം. സ്പീക്ക് ടു ദ ചിൽഡ്രൻ ഓഫ് Israel that they turn and camp before Pi-hahiroth between Migdol and the sea, opposite Baal-zephon. You shall encamp before it by the sea. മുന്നിലെന്താ? ചെങ്കടൽ. ഈ റൂട്ടാണ് ഇപ്പം എവിടെ ഈ വരി നടക്കുന്നത്? ഇവിടെയാണ് പറയുന്നത്. സ്തോത്രം. അവിടെ മുമ്പിലുള്ള ചെങ്കടലിന് 16 മൈൽ വീതിയുണ്ട്, 250 മീറ്റർ ആഴമുണ്ട്. ഈ കാലത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. 250 മീറ്റർ ആഴം, 16 മൈൽ വീതിയുണ്ട്. അവിടെ കടക്കേണ്ടത്. അപ്പോൾ ഇതിന് ഈസി ആയിട്ടൊരു വഴി നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഗോശാൻ ദേശത്ത് നിന്ന് മേളിൽ ഒരു ഓറഞ്ച് കളർ ലൈൻ കണ്ടോ? യെരുശലേമിലേക്ക് വളരെ ഈസി ആയിട്ട്. പക്ഷേ ഇവിടെയാണ് ഇപ്പം ഈ ഗ്യാസ് ഉള്ളതൊക്കെ ഇവിടെയാണ് ഈ ഫെലിസ്തീർ, ഇന്നത്തെ പലസ്തീനല്ല. അതുകൂടെ തെറ്റിദ്ധരിപ്പോൾ ആരുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അതും കൂടെ ഈ പല ഈ ഗമാസ്മാരുടെ ന്യൂസ് കേട്ട് ഇപ്പോൾ വേണ്ടത്ര ചാനലുകളാണല്ലോ. ആരുടെയും ഹൃദയത്തിൽ ഞാൻ അതിനുവേണ്ടി 1-2 യൂട്യൂബ് ചാനൽ എപ്പിസോഡുകൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു വളരെ മാസങ്ങൾക്ക് മുമ്പ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഫെലിസ്തീനല്ല ഇന്ന് ഹമാസ് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പലസ്തീൻ എന്ന് പറയുന്നത്. ഫെലിസ്തീൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേളിൽ കാണുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. ഈ മെഡിറ്ററേനിയൻ സീയുടെ മറ്റു മറുഭാഗത്ത് യൂറോപ്പിന്റെ സൈഡിലുണ്ടായിരുന്ന സീ പീപ്പിൾ എന്നാണ് പറയുന്നത്. അവര് അക്കാലത്ത് തന്നെ, വളരെ പഴയ കാലത്ത് തന്നെ, അന്ന് മോഡേൺ ഷിപ്പുകളൊന്നുമില്ല, ബോട്ടുകൾ വഴിക്ക് ഈ മെഡിറ്ററേനിയൻ സീയുടെ കര പറ്റിയുള്ള ഓരോ രാജ്യങ്ങളിലേക്കും കടന്നു ചെന്ന് ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് സ്ഥലം മാറി മാറി താമസിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. അവരെ പറയുന്നത് ആക്ച്വലി സീ പീപ്പിൾസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവര് വന്ന് തമ്പടിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ നമ്മുടെ ബൈബിളിൽ പറയുന്ന ഫെലിസ്തീർ. ദാവീദിനോട് മല്ലിട്ട ഫലസ്തീൻ, ഗോലിയാത്ത്. അത് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അനേക ഗോലിയാത്തിനെ തകർക്കുന്ന അനേക പ്രസംഗങ്ങൾ പെന്തിക്കോസില് ഉശിര പ്രസംഗങ്ങൾ കേൾക്കാമല്ലോ. അവരല്ല ഇന്ന് ഇവർ ക്ലെയിം ചെയ്യുന്ന പലസ്തീൻ എന്ന് പറയുന്നത്. പലസ്തീൻ എന്ന് പറയുന്നത് ഈ യാസർ അറാഫത്ത് ഉണ്ടാക്കിയ ഒരു ഐഡിയോളജി മാത്രമാണ്. ഇസ്രായേലിനെ ഭൂപടത്തിൽ നീക്കിക്കളയാൻ തക്കവണ്ണം, മുഴുവനും കൊന്നൊടക്കിക്കൊണ്ട്, ജിനോസൈഡ് നടത്തിക്കൊണ്ട് ഭൂപടത്തിൽ നീക്കിക്കളയാൻ തക്കവണ്ണം യാസർ അറാഫത്ത് ഉണ്ടാക്കിയ ഒരു ഐഡിയോളജി മാത്രമാണ് ഈ പലസ്തീൻ എന്ന് പറയുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ പ്രൊണൗൺസിയേഷൻ പെട്ടെന്ന് ഫെലിസ്തീൻ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതുണ്ടോ? അപ്പോൾ ഇവിടെ നിന്നും വളരെ ഷോർട്ട് ജേണി ആയിരുന്നു. ഈ ജേണി യെരുശലേമിലേക്ക് എത്തണമെങ്കിൽ ഒരു 10 ദിവസത്തിന് മതി. എന്നാൽ ആ പോകുന്ന വഴിക്ക് ഈ ഫെലിസ്തീനുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ജനം തിരിച്ച് മിസ്രൈമിലേക്ക് പോകുമോ എന്ന് ദൈവം ഭയപ്പെട്ടിട്ട് ദൈവം ഇവരെ തിരിച്ച് ഈ വഴിക്ക് കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ സ്നാനം നടന്നിട്ടില്ല, സ്നാനം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ എടുത്തു ചാടി സ്നാനമൊന്നും നമുക്ക് വേണ്ട. ഇവിടെ വരേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം 17, 11, 28 ദിവസത്തെ യാത്ര കഴിഞ്ഞു. എവിടെ? ഇപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ പീഹരിയോരത്തിലെത്താൻ വേണ്ടിയിട്ട്. സ്തോത്രം. നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോസിന് സമീപമുള്ള പീഹരിയോരത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. ആരാ പറയുന്നത്? ശ്രദ്ധിക്കണം. യഹോവയെ ദൈവമാണ് പറയുന്നത്. ഇവിടെ ദൈവത്തിന് വലിയൊരു, അവിടെ ഞങ്ങൾ ശ്രദ്ധ കൊണ്ടുവരുന്നത്, ഇത്ര തന്നെ പ്രസംഗിച്ച കാര്യത്തിലേക്ക് നല്ല ശ്രദ്ധ കൊണ്ടുവരുന്നത്,
ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ കൂട്ടത്തിൽ ശബ്ദം കേൾക്കുന്ന പലരുടെ ഹൃദയത്തിൽ കുറേശ്ശൊക്കെ ഉണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാനാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം, പുളിപ്പില്ലാത്ത അപ്പം, കയ്പിച്ചീര, ചോരത്തലി എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 28 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഈ ചെങ്കടൽ കരയ്ക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. സ്നാനം നടന്നിട്ടില്ല. ഇതിക്കുള്ളില് മനസ്സിലാക്കണം, മിസ്രൈം ദേശത്ത് ഇത്രയും വീര്യപ്രവൃത്തിയെ നടത്തി. ഫറവോനെ പോലെ അന്നത്തെ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു ദേശാധിപതി ഇല്ല, അല്ലെങ്കിൽ പറഞ്ഞ ഒരു ഡിക്റ്റേറ്റർ ഇല്ല. മുഴുവൻ ലോകത്തെയും ഭരിക്കുന്ന ഫറോ, അവന്റെ കയ്യിൽ നിന്ന് ഈ ഇഷ്ടിക പിടിക്കാൻ മാത്രമേ ഇസ്രായേലിൽ അറിയുള്ളൂ. ഈ മോശയുടെ കഴിവുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്ക് ചെല്ലുമാറാക്കി മിസ്രൈം ദേശത്തിലെ സകല ദൈവങ്ങളുടെ ന്യായവിധി നടത്തി താൻ മാത്രമാണ് ദൈവമെന്ന് ഈ കടന്നു വരുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ വെളിപ്പാട് കൊടുത്ത്, അറിവ് കൊടുത്ത്, ബുദ്ധിക്ക് മനസ്സിലാക്കി കൊടുത്ത്, നിങ്ങൾ ഇത്രനാൾ കണ്ട മിസ്രൈമിലെ ദൈവങ്ങളല്ല, അതുപോലെ ഒരു ദൈവമല്ല ഞാൻ, അവയെപ്പോലെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിങ്ങളെ കൊണ്ടുപോയി പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്ന നല്ല ഉൾബോധം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തെടുത്തത്. കാരണം മുന്നോട്ടുള്ള യാത്ര കുറച്ച് ടഫാണ്, ദൈവത്തിന് തന്നെ അറിയാം. അതുമാണ് ഈ ഫിലിസ്തീന്റെ വഴിക്ക് കൊണ്ടുപോകാതെ ഈ വഴിക്ക് കൊണ്ടുപോരുന്നത്. അപ്പോൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ചെങ്കടൽ കരയ്ക്ക് വരയ്ക്ക് എത്താൻ എത്ര ദിവസം എടുത്തു? 28 ദിവസം എടുത്തു. സ്തോത്രം. 17 ദിവസം എടുത്തു. തുടർന്ന് ബാക്കിയാണ് 11 ദിവസം. 17 ദിവസങ്ങൾ എടുത്തു. ഹല്ലേലൂയ. നമ്മൾ സംഖ്യാപുസ്തകവും പുറപ്പാടിന്റെ പുസ്തകവും ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്, കണക്കാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാനെന്നല്ല ഞാൻ പോകുന്നത്. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളെ കടിഞ്ഞൂലുകളൊക്കെയും, അല്ലെ, ദൈവം നേരത്തെ പറഞ്ഞിരുന്നു അബ്രാഹാമിന് വാഗ്ദത്തം കൊടുക്കുമ്പോൾ 4 തലമുറ വരേക്കും അടിമത്തലായിരിക്കുന്ന 4 തലമുറയെ ഞാൻ അനുഗ്രഹത്തോടു കൂടെ അവിടുന്ന് കൊണ്ടുവരും. ജനം പെരുകാൻ തുടങ്ങി. അപ്പോൾ ഈജിപ്ഷ്യന് ഒരു ചിന്ത കടന്നു വന്നു, ഈ ജനം പെരുകിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാലത്ത് ഒരു യുദ്ധമുണ്ടായാൽ ഇവര് മറുപക്ഷത്ത് ചേർന്നിട്ട് നമുക്ക് എതിരായി തീരുമ്പോൾ ഒരു ഭയം കടന്നു വന്നിട്ട് ഇസ്രായേലിന്റെ കടിഞ്ഞൂലുകളൊക്കെ കൊന്നു. അതിന് ആലോചന പറഞ്ഞു കൊടുത്തത് ഫറവോന്റെ പ്രഭുക്കന്മാർ തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിച്ചിരിക്കും. ഇനിയാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇതിലേക്കൊന്ന് കടന്നു വരുവാനാണ് ഞാൻ. നിങ്ങൾ യാത്ര ചെയ്യുന്നത് ചോരത്തെളിയുള്ളവരായിട്ട് തന്നെയാണോ? തീയിൽ ചുട്ട മാംസം തന്നെയാണോ തിന്നുന്നത്? അല്ലെങ്കിൽ പച്ച പോത്തിറച്ചിയാണോ തിന്നുന്നത്? കയ്പിച്ചീരയോട് കൂടെ തിന്നാൻ തയ്യാറാണോ? പുളിപ്പില്ലാത്ത അപ്പത്തോടു കൂടിയാണോ തിന്നുന്നത്? ഇങ്ങനെ തിന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങളല്ല ധൈര്യം. യഹോവ എന്റെ ബലമാകുന്നു. യഹോവ എനിക്ക് ബലം തരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. ഇത് വെറുതെ കഥ പറയുന്നതല്ല, അനുഭവിക്കണം. ഇതാണ് സുവിശേഷം. അനുഭവിക്കണം. അവിടെ ഇങ്ങനെ വാക്യം എഴുതിയിട്ടുണ്ട്, ഇവിടെ വാക്യം എഴുതിയിരിക്കുന്നത് കൺകോർഡൻസ് പറയുന്ന പരിപാടിയല്ല വിശ്വാസ ജീവിതം. പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ് റിസറക്റ്റഡ്. എന്നെ വഴി നടത്തേണ്ടതിന് ഞാൻ അവൻ പറഞ്ഞതനുസരിച്ച് ചോരത്തളി ആചരിച്ചോ, തീയിൽ ചുട്ടത് മാംസമാണ് തിന്നുന്നത്, ഉയർത്തെന്നിട്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി എന്റെ സോളി വെളിപ്പെടാൻ ഞാൻ അവിടെ നിൽക്കും. സ്തോത്രം. പുളിപ്പില്ലാത്തപ്പം എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വചനം അനുസരിച്ച് കൊണ്ട് പുളിപ്പിന്റെ തപ്പം തിന്നാൻ ഞാൻ തയ്യാറാണ്. കയ്പിച്ചീരയോട് കൂടെ തിന്നാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് നിന്നെ വഴി കാണിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അല്ലാത്തതൊക്കെ നിന്റെ ബുദ്ധി നീ തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ചാടി പിടിച്ച ദുഷ്ടാത്മാവ് കയറി വരും. പിന്നെ പോകുന്ന പല പല സ്വപ്നങ്ങളും കിട്ടും, പല പല കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. സ്തോത്രം. അങ്ങനെ ഇവിടെ കൊണ്ടു നിർത്തിയേ മുൻപില് ചെങ്കടൽ ആർത്തിരുമ്പുന്നത് 21 മൈൽ വീതിയുള്ള സ്ഥലം. ദൈവം ഫറവോന്റെ ഹൃദയത്തിന് ആലോചന കൊടുത്ത് അവന്റെ ഹൃദയത്തെ ഒന്ന് കഠിനപ്പെടുത്തി. നിന്നെ ഇതുവരെയും വ്യക്തിപരമായിട്ട് ഞാൻ പറയാണ്, നിന്നെ ഇതുവരെയും അടിമത്വത്തിൽ വെച്ച പാപത്തിന്റെ ശുശ്രൂഷക്കാര്, പള്ളിക്കാരായിട്ട് ഏതൊരു വ്യക്തികളായിക്കോട്ടെ, നിന്നെ സത്യ വെളിച്ചം കാണാതെ അടച്ചു വെച്ച വ്യക്തികളുടെ മേൽ ന്യായവിധി നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. ഒരുപക്ഷെ നിന്റെ ബന്ധുക്കളായിരിക്കാം, അമ്മയപ്പന്മാർ തന്നെയായിരിക്കാം,
അവരാരും നഷ്ടപ്പെട്ടു പോകുന്ന അദ്ദേഹത്തിന്റെ പ്ലാന് അവരെ ക്രൂശിയിലേക്ക് കൊണ്ടുവരുവാൻ അവന്റെ സകല ജഡത്തിന്റെ പ്രവൃത്തികൾ, ഫറോന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ശക്തികളൊക്കെ തന്നെ ക്രൂശിന്റെ നിഴൽ കൊണ്ടുവന്ന് ആയുധവർഗം വെപ്പിക്കണം. ഇതാ ഫറോന്റെ ശക്തി, ചെങ്കടൽ കരയ്ക്ക് കൊണ്ടുവരണം. ഇവിടെയാണ് നിന്റെ ടെസ്റ്റ് നടക്കുന്നത്. ആരാ പറഞ്ഞത്? അതിനെ ഞാൻ വായിച്ചത്. യഹോവയാണ് മോശയോട് പറയുന്നത്, മോശ തന്നെ കൊണ്ടുപോയതല്ല. യഹോവയാണ് മോശയോട് പറയുന്നത്, ജനത്തെ തിരിച്ച് സ്തോത്രം ഇഥാമിൽ നിന്ന് തിരിച്ചുകൊണ്ട് എവിടെ കൊണ്ടുവരണം? സ്തോത്രം മിഗ്ദോലിനും പീഹര്യത്തിനും ഇടയ്ക്ക് കൊണ്ടുവരണം. കടലിന്റെ മുമ്പിൽ, ചെങ്കടൽക്കരന്റെ മുമ്പിൽ കൊണ്ടു നിർത്ത്. എനിക്ക് ചില പണികൾ അവിടെ ചെയ്യാനുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ പരിശോധന. നീ തീയിൽ ചൂട്ടതായിട്ടുള്ള മാംസം, അതായത് ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ നിന്റെ സോളിൽ സ്വീകരിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ? പുറകെ നിന്നിതുവരെ അടിമത്തത്തിന് വെച്ച് നിന്റെ ഗുണം ചോര ഊറ്റി കുടിച്ച ഫറവോന്റെ സൈന്യത്തെ ദൈവം ഒന്ന് ബലപ്പെടുത്തും. അപ്പോൾ കുളമ്പടികള്, കുതിരകളുടെ കുളമ്പടികള്, സൈന്യത്തിന്റെ ആരവം വലിയ പെരുങ്കാറ്റ് പോലെയായിരിക്കും വരുന്നത്. സ്തോത്രം. വിശ്വാസത്തിന്റെ അപ്പോൾ പരിശോധിക്കപ്പെടും. നിനക്ക് ഭയം കടന്നു വരുന്നുണ്ടോ? നാച്ചുറലായിട്ട് നിനക്ക് വരും. ഇതാണ് ഈ ജഡത്തെ കുറിച്ച്, ആത്മാവിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത് ഇത്ര നാളും. നിന്റെ ഹ്യൂമാനിറ്റിയില് നിനക്ക് ഭയം കടന്നു വരും. എന്നാൽ നീ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച പുനരുദ്ധാന ശക്തി, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിലോ നിനക്ക് ഒന്നിനെയും പേടിക്കാനില്ല. ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും, നീ എന്നോട് കൂടിയിരിക്കുന്നല്ലോ. ഇത് വെറുതെ വാക്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ലോർഡ്, ഞാൻ ഇത്ര പ്രാവശ്യം അനുഭവിച്ചിട്ട് നിങ്ങളോട് പറയുന്നത്, ഓരോ അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. കൊന്നുകളെ തക്കവണ്ണം ക്ഷുദ്രപ്രവൃത്തികൾ, മന്ത്രവാദ പ്രവൃത്തികൾ, ആഭിചാര പ്രവൃത്തികൾ ദൈവം അനുവദിക്കുന്നതിനാ. നിന്റെ കൺമുമ്പിൽ തന്നെ നിന്നെ ഉപദ്രവിക്കുന്നവരെ കൊണ്ടുവന്ന് അവരുടെ മേലിച്ച് ദൈവിക ന്യായവിധികൾ നടത്തേണ്ടതുണ്ട്. സ്തോത്രം. ഇസ്രായേലിന്റെ വാഗ്ദത്ത സന്തതികളുടെ കടിഞ്ഞൂരുകളെ നൈൽ നദിയിലിട്ട് കൊന്നത്. നൈൽ നദി വേണ്ടത്ര ചീങ്കണ്ണികളുള്ള, ക്രൊക്കഡൈൽസ് ഉള്ളതാണ്. ഫറവോനെയും അവന് സകല രഥത്തോടും കൂടെ, സകല പ്രഭുക്കന്മാരോടും കൂടെ, ഉശിരോടും കൂടെ കടന്നു വന്നു. പറഞ്ഞെന്താ? ഇവര് ചെങ്കടലിനും മരുഭൂമിയിലും പെട്ടുപോയിരിക്കുക. ഇവര് ഈസി ആയിട്ട് പിടിച്ചു കൊണ്ടുവരാം നമുക്ക്. വിശ്വാസി മരുഭൂമി യാത്രയിൽ കൂടെ പോകുമ്പോൾ മരുന്നെടുക്കുന്നില്ല, ലോകസുഖം ആശ്രയിക്കുന്നില്ല, തല്ലിനടിക്ക് വടിക്ക് പോകുന്നില്ല, ഒരു ചേട് അടിച്ച മറുചേട് കാണിക്കുകയാണ്. നിന്റെ വസ്ത്രം എടുക്കുന്നതോട് എതിർപ്പെട്ട് വസ്ത്രം എടുക്കാൻ ശ്രമിച്ചാൽ എതിർപ്പെട്ട് അവിടേക്ക് സോക്കണം കേട്ടോ. വിശ്വാസം കോളത്ത് വഞ്ചിക്കുന്നുണ്ട്. നിന്നോട് എതിർപ്പെട്ട് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിച്ചാൽ നിന്റെ പുതപ്പും കൂടി വിട്ടു കൊടുക്കും. എതിർപ്പെടാത്തൊരു നീ അങ്ങ് എടുത്തോ, ഞാൻ അയ്യോ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതല്ല വാക്യത്തിന്റെ അർത്ഥം. നിന്നെ രക്ഷിക്കാൻ നിന്നോട് എതിർപ്പെട്ട് നിന്റെ വസ്ത്രം എടുക്കാൻ ശ്രമിക്കെന്ന് പറഞ്ഞാൽ നീ അവരോട് എതിർത്താൽ അവൻ നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് നിന്നോട് എതിർക്കുന്നവനാണോ നീ സൂക്ഷിച്ചൊന്ന് ഒഴിഞ്ഞു മാറാ. ഒരു ചേട്ട് തടിക്കുന്നോട് നീ മറുചേട് കാണിക്കാൻ കൂടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ എതിർത്താൽ അവന് നിന്നെ 2 ചേട് 4 പ്രാവശ്യം അടിച്ചു പൊട്ടിക്കും. അതിനേക്കാളുന്ന ഒരു അടി കൊണ്ടാലും വേണ്ടില്ല, അവന്റെ ദേഷ്യം അങ്ങ് പോകട്ടെ. ഇത് പറഞ്ഞ അവരുമായിട്ട് തോളി കൈയിടാനല്ല പറയുന്നത്. 2 Corinthians chapter 6:14 തുടങ്ങി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇണയില്ല പിണ കൂടരുത്. സ്തോത്രം. ഈ ശക്തി, പുനരുത്ഥാന ശക്തി, ചർച്ച നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്ന് പുറത്ത് തിരിച്ചു കൊണ്ടുവരാനാണ് ഇത്രയും കിടന്ന് ഭംഗപ്പെടുന്നത്. പുനരുത്ഥാന ശക്തി ഉയർത്തെഴുന്നേറ്റം നിന്നിലുണ്ടോ? അവന്റെ മുമ്പിലാണ് സകലം കീഴ്പ്പെടുന്നത്. നിന്റെ മുമ്പിൽ ചെങ്കടലുണ്ടാവും, ഓഫ് കോഴ്സ്. പക്ഷെ ആരെ പറഞ്ഞ ചെങ്കടലിലേക്ക് വരാൻ? നീ തന്നെ വന്നാണോ? 17 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസോട് കൂടിയാണ് നിന്നെ ചെങ്കടലിലേക്ക് കൊണ്ടുവന്നത്. പിറ്റേ ദിവസമല്ല കൊണ്ടുവന്നത്. സ്തോത്രം. ദൈവം തന്നെയാണ് പറഞ്ഞത് മോശയോട്, ജനത്തെ അവിടേക്ക് കൊണ്ടുപോ. ദൈവം തന്നെയാണ് ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത്. ദൈവം തന്നെയാണ് സകല പ്രഭുക്കന്മാരും സകല രഥത്തോടും കൂടെ പുറപ്പെടുവിച്ചത്. സ്തോത്രം. ഫറവോ സൈന്യം അടുത്തപ്പോ എന്ത് ചെയ്തു? നിന്നെ വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പായി നടക്കേണ്ടതിന് കടന്നു വന്ന അഗ്നിസ്തംഭം എന്ത് ചെയ്തു? ഇസ്രായേലിന് നേരെ പുറകോട്ട് പോയി നിന്നു. പുറകെ അവിടെ വെക്കുക. നിന്റെ രഥത്തിന്റെ ആരവം, നിന്റെ രഥത്തിന്റെ ആരവം
നിന്റെ അലർച്ചകളൊക്കെ അവിടെ തടയും. അപ്പോഴും ഉള്ളിൽ തീയിൽ ചുട്ടതായിട്ട് മാംസം തിന്നാത്തതിൻ്റെ ഉള്ളിൽ ഭയമാ. നീ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ നീ സ്വീകരിക്കുന്നതോളം അവിടെ നിൽക്കും. അങ്ങനെ യാത്ര അവിടെ നിൽക്കും. പിന്നെയും ദൈവം ദീർഘക്ഷമയുള്ള നീ തളർന്നു കാണുമ്പോൾ തൽക്കാലത്തേക്കൊന്ന് കൈ ഒഴിയും. പക്ഷേ സംഭവം നടന്നിട്ടില്ല. നിനക്ക് കൃപമേൽ കൃപ പ്രാപിക്കണമോ, അവൻ്റെ നിറവിൽ നിന്ന് നിനക്ക് കൃപ പ്രാപിക്കണമോ, ഈ മരുഭൂയാത്ര നിനക്ക് സന്തോഷത്തോടെ കണ്ടിന്യൂ ചെയ്യണമോ, ഇത്തരം സംഭവങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവനം നൽകി നീ പോകേണ്ട പാതാളത്തിൽ നിനക്ക് പകരമായി പോയി വെന്തെറിഞ്ഞ് ഉയർത്തെന്നിട്ട് നിന്റെ സമ്മതത്തോടു കൂടെ മാത്രം നിന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ക്രിസ്തു യേശുവാണ് ഈ സാഹചര്യം ഒരുക്കുന്നത്. നീ അവനെ കർത്താവായി സ്വീകരിച്ചു, നിന്റെ കർത്താവായി സ്വീകരിച്ചുവെങ്കിൽ അവൻ കർത്താവിനെ അംഗീകരിക്കാൻ ദുഷ്ടാത്മാക്കളും അംഗീകരിക്കും. പക്ഷെ നീ നിന്റെ വ്യക്തിപരമായ ലോഡെന്ന് നീ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ഈ സംഭവം നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസഗോളത്തിൽ നല്ല ശതമാനം എങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇത് ജാതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കും. ചോരത്തെളിക്ക് ആചരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടം. നമുക്ക് ചിലവില്ലാത്ത കാര്യമല്ലയോ. പുറപ്പാടിൻ്റെ 12-ന് 1 തുടങ്ങി 7 വരെ വാക്യങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? പെസഹകുഞ്ഞാടിൻ്റെ കാര്യമാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരും അത് പറയും. ശരിയാ. ഗുഡ് ഫ്രൈഡേയും ആഘോഷിച്ച് പിറ്റേ ദിവസം കള്ളു കുടിക്കാൻ വേണ്ടി കള്ളുകുപ്പി വാങ്ങി വെച്ചിട്ട് ഗുഡ് ഫ്രൈഡേ ആഘോഷിച്ച് വേണമെങ്കിൽ കണ്ണുനീര് ഒരുക്കി കുരിശും പിടിച്ച് വേണമെങ്കിൽ മലയാറ്റൂർ പോവും. അവനും പറയും ചോരത്തടി ആചരിച്ചെന്ന്. കിടക്കുന്ന എവിടെയാ? മിസ്രൈം ദേശത്ത് കിടക്കുന്നേ ഉള്ളൂ. നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യണമോ, തീയിൽ ചുട്ടതായിട്ട് മാംസം തിന്നണം. അപ്പോഴാണ് നിന്നെ നടത്തേണ്ടതിന് ചെങ്കടൽ കടി കൊണ്ടിരുന്നറിയോ. അവിശ്വാസികളെ സംബന്ധിച്ചുള്ള സ്നാനത്തിലേക്കാണ് നടത്തുന്നത്. അവിടെ അറിയാം നീ ഒബീഡിയൻസ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ. നിന്നെ നടത്തുന്നത് ദൈവാത്മാവാണെങ്കിൽ നിന്നെക്കുറിച്ച് സ്നാനത്തോട് വലിയ കാര്യമൊന്നും പറയണ്ട. നീ നിർബന്ധിക്കും, നീ അന്വേഷിക്കുക കണ്ടെത്തും. എന്നെ സ്നാനപ്പെടുത്ത ഒരു പാസ്റ്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും. ഞാൻ ചെയ്ത് അങ്ങനെയായിരുന്നു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത്. വെറുതെ പ്രസംഗിക്കാൻ ഒരു തിയറി ഉണ്ടാക്കിയിട്ട് പറയല്ല ചെയ്യുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. എന്നാൽ വിശ്വാസിയെ നീ ഇന്നും ചെങ്കടൽക്കരയിൽ നിൽക്കുന്ന എന്താ? നീ ചോരത്തടി ആചരിച്ച് കറക്റ്റാ. നീ തീയിൽ ചുട്ടുകാറ്റുന്ന മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചൊരുയോടുകൂടി തിന്നാൻ തയ്യാറാണോ? ദൈവം അതിൻ്റെ കൂട്ടി വരുത്തിയത്. ഇവിടെ നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധന നടക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റാൽ ക്രിസ്തുവിനെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. ഉയർത്തെഴുന്നേറ്റാൽ ക്രിസ്തുവിന് എന്നെ പുനരുത്ഥാന ശക്തി എൻ്റെ സോളി വെളിപ്പെടുവണം. പോൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് വേണ്ടിയാ പോൾ പറയുന്നത് ഞാൻ സകലം ചപ്പും ചവറുമായിട്ട് എണ്ണുന്നത്. ഇത് പലരും പ്രസംഗിക്കും, ഇത് കഠിന വാക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പുതിയ വെളിപ്പാട് എന്ന് പറയുന്നത് വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. വെളിപ്പെടെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിനക്ക് ബുദ്ധിക്ക് മനസ്സിലാകത്തക്കവണ്ണം നിന്റെ സോളി വെളിപ്പെട്ട് കിട്ടണം. ഓഫ് കോഴ്സ് വചനങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് ശരി തന്നെയാണ്. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്നേ ഉള്ളൂ. നിന്റെ സോളി വെളിപ്പെടുത്താത്തോളം അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ നിന്റെ മുമ്പിൽ കഷ്ടത വന്നിരിക്കുന്നത്, കയ്പിച്ചീര വന്നിരിക്കുന്നത് കളയാനല്ല, നീ അത് തിന്നാൻ പുളിപ്പില്ല തപ്പത്തോടുകൂടെ ആ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം ഉയർത്തെഴുന്നേറ്റവന് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയുടെ സോളിൽ അനുഭവിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ അപ്പം നിന്റെ സെൽഫൊക്കെ നിനക്ക് വെളിപ്പെടും. ഭയം വെളിപ്പെടും, പക വെളിപ്പെടും, അസൂയുണ്ടെങ്കിൽ അത് വെളിപ്പെടും, നീരസമുണ്ടെങ്കിൽ അത് വെളിപ്പെടും. അതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് എനിക്ക് ലഭിക്കുന്നത് സ്തോത്രം സ്വർഗത്തിനും ഭൂമി സകല അധികാരമുള്ളവനെയാണ്. അതിനുവേണ്ടി ഞാൻ സകലം വലിച്ചെറിഞ്ഞ് കളയും. അതപ്പോൾ പറയുന്നത് ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകലതും ചപ്പും ചവറും എന്നുണ്ടെന്ന്. ഇത് അനുഭവിക്കാത്തോടത്തോളം ഐസ്ക്രീം തിന്നതിനെ കുറിച്ചുകൊണ്ട്, ഐസ്ക്രീം തന്നെ പല ക്വാളിറ്റികളുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ നല്ല യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. പല പല ഐസ്ക്രീമിനെ കുറിച്ച് പഠിച്ചൊക്കെ പ്രസംഗിക്കാം. അത് തിന്നാൽ മാത്രമേ അതിന് ശരിയായ രുചി അറിയുള്ളൂ. അപ്പോൾ തിന്ന് ഒരു ചാനൽ പ്രസംഗിക്കുന്നവനും അല്ലാതെ വായിച്ച് പ്രസംഗിക്കുന്ന നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ്.
സ്തോത്രം. നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇച്ചിരി ഇന്ന് ഇതല്ല പ്രസംഗിക്കേണ്ടത്, പക്ഷേ ഇന്ന് വിശ്വാസ ഗോളത്തിൽ യൂട്യൂബിൽ അനേകർ കേൾക്കുന്നുണ്ട്. വിശ്വാസ ഗോളത്തിൽ പലകർ ഇവിടെ വന്ന് നിൽക്കും. സ്നാനപ്പെട്ടവർ തന്നെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. തീ ചുട്ട മാംസം തിന്നിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെയാ ചെങ്കടൽ കിടക്കുന്നേ? തീ ചുട്ട മാംസം നീ തിന്നിട്ടില്ലെങ്കിൽ നീ ഈജിപ്തിൽ മിസ്രൈം ദേശം നിന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നതേ ഉള്ളൂ. നിന്നെ നടത്തുന്നത് ദൈവാത്മാവല്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ആത്മാവ് എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അനേക വഞ്ചനകൾ, ഡ്യൂപ്ലിക്കേറ്റ് ഇമിറ്റേഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ താഴെ വെച്ചിട്ട് കർത്താവ്, ഞാൻ എവിടെയായിപ്പോൾ? എനിക്കൊന്ന് പുതിയ ലക്ഷ്യമാക്കി ഒന്ന് യാത്ര ചെയ്യണം. മുട്ടുമടക്കി ആരോടും പറയണ്ട, ഒറ്റയ്ക്കിരുന്ന് കഥകടച്ചിരുന്ന്, കർത്താവേ ഞാൻ എവിടെയാ? ഞാൻ എന്നും മിസ്രൈമിലാണോ വസിക്കുന്നത്? ഞാൻ ചോരത്തള്ളി ആചരിച്ചു, ശരിയാ, നിന്നെ കർത്താവായി സ്വീകരിച്ചു, പക്ഷെ ഞാൻ തീ ചുട്ട മാംസം എന്താണ് ഈ പരിപാടി എന്ന് പോലും കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് വ്യാജമായി പ്രസംഗിക്കുന്ന ഞാൻ ഈ പറഞ്ഞ നേരത്തെ വിദ്വാൻമാരൊക്കെ എന്താ പറഞ്ഞത്? രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നല്ല. വേറെ ഭാരമൊന്നും ഞാൻ ചുമത്തുന്നില്ല. അത് ആഭരണം ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ഭാരം ഞാൻ ചുമത്തുന്നില്ല. അത് പരിശുദ്ധാത്മാവിന് തോന്നിയിട്ടില്ല, പിന്നെ എനിക്കെന്തിനാ തോന്നണേ? അതാ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്ന വേറെ ഭാരം ഒന്നും ചുമത്തണ്ട. അപ്പൊ 2 കുപ്പി വേണമെങ്കിൽ വിസ്കി വേണമെങ്കിൽ കുടിക്കാലോ, ഭാരം ചുമത്തുന്നില്ലേ? രക്തം, ശ്വാസം മുട്ടിച്ചത്ത്, പരസംഗം, വിഗ്രഹാർപ്പിതം, ഇത് 4 പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാരം നിങ്ങൾ ചുമത്തുന്നതാ, നിങ്ങളെ കട്ട്. അപ്പൊ 2 കുപ്പി വിസ്കി നല്ല ബ്രാൻഡ് വേണം, ജോണി വാക്കർ വേണമെങ്കിൽ മേടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇവനെയൊക്കെ തലക്കീടാക്കി തൂക്കിയിട്ടിരിക്കുക. ഇസ്രായേൽ മക്കളെ ഇവിടെ മോവാബിന് സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്യാൻ വേണ്ടി അനുവദിച്ച പുരോഹിതന്മാരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സന്ധ്യ വരേക്ക് അവരെ തൂക്കിയിടാൻ പറഞ്ഞു. ഇവന്മാരൊക്കെ തൂങ്ങല് കിടക്കുകയാണ്. ദൈവമക്കളെ വഴിതെറ്റിച്ച് മോവാബിനുമായിട്ട് പരസംഗം ചെയ്യുവാൻ യൗവനക്കാരെ വഴിതെറ്റിച്ച പുരോഹിതന്മാര്, പ്രമുഖന്മാരെ ഒക്കെത്തിനും തന്നെ സന്ധ്യ വരെയും തൂക്കിയിട്ടിരിക്കുക. ഇവന്മാരൊക്കെ തൂങ്ങിക്കിടക്കുകയാണ്. ഇവന്മാരെ വാക്ക് കേട്ടാൽ നീ അത് കയറി തൂങ്ങും. അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് മാറി കഥ കാണിച്ചിരുന്ന് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ്, എനിക്ക് വേണ്ടി യാഗമായി തീർന്നവനെ, നിന്റെ പുനരുദ്ധാന ശക്തി എനിക്ക് സോളിന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇച്ചിരി വില കൊടുക്കേണ്ടി വരും ആദ്യം. അപ്പൊ നിന്റെ ഉള്ളിലുള്ള ഭയമാ വെളിപ്പെടുന്നത്, അത് നീ തന്നെയാ. ആ പുനരുദ്ധാന ശക്തി വന്നറിയാം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ ആരാണെന്ന്. അപ്പോൾ അറിയാം മരണത്തെ ജയിച്ചവൻ ആരാണെന്ന്. അപ്പോൾ അറിയാം മരണത്തിന്റെ പാതാളത്തിൽ താക്കോലുള്ളവന്. ഉടനെ നീ പാടും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ എന്ന് നീ പാടുമ്പോ ദുഷ്ടാത്മാക്കൾ കിടന്ന് വിറയ്ക്കും, മരണദൂതം കിടന്ന് വിറയ്ക്കും. ഇവൻ അനുഭവിച്ചവനാ. അല്ലാതെ നീ പുതിയ പാട്ട് എഴുതി പാടിയാ അറിയാ ഞാനും കൂടെ കിടന്ന് പാടാന്ന് പറയും. ഇതാ ക്രിസ്തീയ ജീവിതം. ഞാൻ നിങ്ങൾ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇപ്പം നാം പഠിച്ചു വരുന്നത് എന്താ? ക്രൂശിൽ നിവർത്തിച്ച നീതി എങ്ങനെയാണ് നമുക്ക് സൗജന്യമായി കണക്കിടുന്നത്. നീ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം എന്ന് പറഞ്ഞ വീണ്ടും പറയുന്നു, ഉയർത്തുന്ന പുനരുദ്ധാന ശക്തി നിന്റെ സോളിൽ അനുഭവിച്ചറിയുവാൻ നീ താല്പര്യപ്പെടുന്നുവോ? അങ്ങനെയാണെങ്കിൽ പുളിപ്പില തപ്പത്തോട് കയ്പിച്ചിരിയോടും കൂടി തന്നെ തയ്യാറാകണം. നീ ആയിരിക്കുന്ന സിറ്റുവേഷൻ വിട്ട് കയ്യിൽ വടി പിടിച്ച് കാലിൽ ചെരുപ്പിട്ട് അരമുറുക്കണെ ക്രിസ്തുവിനെ തന്നെ അരക്കി കെട്ടണം. അപ്പോഴാണ് ധൈര്യം കിട്ടുന്നത്. മരുഭൂമിയിൽ കൂടെ ദൈവം തരുന്നത് മതി, മന്ന മതി. മന്ന എന്താ? ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, അതിന് ഈ മന്ന. ഈ മരുഭൂമിയിൽ ആഹാരം അതുള്ളൂ. മരുഭൂമിയിൽ വേറെ മത്തങ്ങയും കുമ്പളങ്ങയും ഇറച്ചി കലമൊന്നുമില്ല, മന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കിട്ട പാറയിൽ നിന്നുള്ള വെള്ളം. തയ്യാറാണോ? എന്നാലേ നീ സ്വീകരിച്ച സ്നാനം, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച സ്നാനം നിനക്ക് വാലിഡ് ആകുന്നുള്ളൂ. അല്ലാത്തോളം നീ ചെങ്കടൽക്കര അക്കരെ നിൽക്കുന്നേ ഉള്ളൂ. വെള്ളത്തിൽ മുങ്ങിയതൊക്കെ ശരിയാ, വലിയ സെൻട്രൽ പാസ്റ്റായിരിക്കും മുക്കിയിരിക്കുന്നത് ശരിയാ, തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ടോ അന്ത്യത്തോളം വിശ്വസ്തരായി നിൽക്കുക, അതും ശരിയാ. പക്ഷെ സ്വർഗം ഈവൻ പിശാച് അംഗീകരിക്കണമെങ്കിൽ നീ തീയിൽ ചൂട്ടതായിട്ടുള്ള മാംസം, അതായത് പുനരുദ്ധാന ശക്തി നിന്റെ ഉള്ളിൽ വരണം. അല്ലാത്തോട് അവനും കയറിയിരിക്കും.
എനിക്ക് ഏകദേശം ഒരു രൂപരേഖ മനസ്സിലാക്കി. ഞാൻ ഹ്യൂമൻ ലാംഗ്വേജ് സംസാരിക്കുക, അതുകൊണ്ട് അധികം വാക്യങ്ങളെടുത്ത് വായിക്കാതിരുന്നത്. ജസ്റ്റ് ഹ്യൂമൻ ലാംഗ്വേജ് സംസാരിക്കുക. വല്ലവിധേനെ ബുദ്ധി ഒന്ന് തുറന്ന് ഇങ്ങനൊരു സത്യം ബൈബിളിലുണ്ട്, ഇത് നിങ്ങളുടെ സോളിൽ വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് വലിയൊരു സൈന്യമായിട്ട് മരണത്തെ വെല്ലുവിളിക്കാൻ പറ്റുന്നത്. എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവർക്ക് അറിയാം മരണത്തെ വെല്ലുവിളിക്കുന്നത് എങ്ങനെയാണെന്ന്. വരച്ച വരെ നിൽക്കും മരണം, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മുടെ കഴിവല്ല, അകത്തിരിക്കുന്നവൻ, മരണത്തെ ജയിച്ചവൻ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോലുള്ളവൻ. നിങ്ങളെ ഈ സൗഭാഗ്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് എപ്പിസോഡിൽ വിരമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. കർത്താവേ, ഇപ്പോഴും നീ യൂട്യൂബിൽ കൂടി ശബ്ദം കേൾക്കുന്നവരോട് നീ വെളിപ്പെടുത്തിയല്ലാതെ, പിതാവ് ആകർഷിച്ചല്ലാതെ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയല്ലാതെ പുത്രനേക്ക് അടുക്കാൻ സാധ്യമല്ലല്ലോ. കൃപ തോന്നുമാറാകണമേ, കൃപ തോന്നുമാറാകണമേ. ഏലിയാവിൻ്റെ കാലത്ത് ബാലിന് മുട്ടുമടങ്ങാത്ത 7000 പേരെ നിനക്ക് വേണ്ടി ശേഷിപ്പിച്ചുവെങ്കിൽ കർത്താവ് ഇന്ന് അറ്റോൺമെൻറ്റ് കഴിഞ്ഞു. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി. ഇന്ന് മഹിമയുടെ വരത്തുമാതിരിക്കുന്ന പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. തൻ്റെ ശരീരം ആ സഭയൊന്ന് ഉണരട്ടെ, ശരീരം ഒന്ന് ഉണരട്ടെ കർത്താവ്. മിഥ്യാബോധത്തോടെ ഇന്നും മിസ്രൈം ദേശത്ത് വസിച്ചുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നു പറയുന്നവർക്ക് കണ്ണും തുറക്കട്ടെ കർത്താവ്. ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.